കനത്ത മഴയെ തുടർന്ന് ഒമാനിൽ 2 മരണം. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വാഹനം ഒഴുക്കിൽപ്പെട്ടാണ് 2 പേർ മരിച്ചത്. മവാല പ്രദേശത്ത് വീടുകളിൽ കുടുങ്ങിയ 8 സ്ത്രീകളെയും 12 കുട്ടികളെയും രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നുണ്ട്. റഹീസ്, എങ്ങനെയാണ് ഒമാനിലെ മഴ വിവരങ്ങൾ? 2 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് അവിടുത്തെ അന്തരീക്ഷം? സൂര്യ, ഇന്നലെ വൈകിട്ടും ഇന്ന് പുലർച്ചെയും വൈകിട്ടുമൊക്കെയായി കാര്യമായിട്ടുള്ള മഴ തന്നെയാണ് ഒമാനിൽ പെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ മരണം 2 എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അത് ഈ സൗത്ത് ബാത്തിന ഗവർണറേറ്റിലാണ് കാര്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കെടുതി ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെയും വെള്ളം കയറി. അതിന്റെ ഭാഗമായി 3 വാഹനങ്ങൾ ഒലിച്ചു പോയിരുന്നു. ഈ 3 വാഹനങ്ങളിൽ നിന്ന് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന 2 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇവർ ഒമാൻ സ്വദേശികൾ തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും നിന്നുള്ളവരാണോ എന്നുള്ളതിൽ ഒരു കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. ഈ വാഹനത്തിൽ ഉള്ളിലുണ്ടായിരുന്ന ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും ഇപ്പോൾ ആരോഗ്യനില ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്നുമുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ വാഹനം ഒഴുക്കിൽപ്പെട്ടാണ് 2 പേർ മരിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. കാരണം ഈ റോഡുകളിലൊക്കെയും വെള്ളം കയറുന്ന തരത്തിൽ മസ്കറ്റിലും മറ്റുമൊക്കെയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മഴ തുടരും, ശക്തമായ മഴ തുടരും എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അതിന്റെ ഭാഗമായി റോഡുകളിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ വാഹനവുമായി റോഡുകളിലേക്ക് ഇറങ്ങിയപ്പോൾ അത് ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും 3 ഗവർണറേറ്റുകളിൽ കാര്യമായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ മഴ മുന്നറിയിപ്പ് ശക്തം കൂടിയാണ്. വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഈ മവാല പ്രദേശത്ത് ഒരു വീടിനുള്ളിൽ കുടുങ്ങിയ 8 സ്ത്രീകളെയും 12 കുട്ടികളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഈ വിവിധ അതോറിറ്റികൾ CDAയുടെ നേതൃത്വത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി വരികയാണ്. അവിടെ കാര്യമായിട്ട് വെള്ളം കയറിയ പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. ഏതാണ്ട് ചില താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അത്ര കണ്ട് വെള്ളം ഉയരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായി അവിടെ ഒരു രക്ഷാപ്രവർത്തനം കൂടി നടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഈ മറ്റ് രാജ്യങ്ങൾ കൂടി അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ കനക്കാൻ സാധ്യതയുണ്ട്. തുടർച്ചയായ 2 ദിവസവും ഇനി ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം എന്ന് UAE അടക്കം അവരുടെ പൗരന്മാരോട് ഒമാനിലെ ഉള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഒമാനിലും UAEയിലും വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെയായി മഴ കനക്കും എന്നാണ് അറിയുന്നത്. ചില സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ തൊഴിലാളികളോട് മഴയുടെ സാഹചര്യം നോക്കി മാത്രം ഈ പെരുന്നാൾ അവധി കഴിഞ്ഞ് ജോലിക്ക് എത്തിയാൽ മതി എന്ന നിലയിലേക്ക് പറയുന്ന തരത്തിൽ ഒരു കാലാവസ്ഥാ വ്യതിയാനം എന്തായാലും ഈ മേഖലകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ തരത്തിൽ മഴ 2 ദിവസം കൂടി ഒമാനിൽ തുടരും എന്നുള്ളതാണ് നിലവിലെ വിവരം. സൂര്യ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.